വേണ്ടേ ഒരു സോഡ സോഡേ നല്ല ഗ്യാസ് ഉള്ളത് അല്ല അല്ല സോഡയ്ക്ക് ഗ്യാസ് ഇല്ല എനിക്ക് ഓൾറെഡി ഗ്യാസ് ഉണ്ട് അല്ല പൊട്ടിച്ചു കഴിഞ്ഞാൽ പൈസ തരണം കുഴപ്പമില്ല ആ പൈസ ഇട് ആഹാ പൊട്ടിച്ചു കഴിഞ്ഞാൽ പൈസ തരണം ഇത് നമുക്ക് രണ്ടാമത് കച്ചവടം ചെയ്യാൻ പറ്റാത്ത കേസ് ഇട്ടല്ലോ അടുത്ത വരവന് ആർക്കെങ്കിലും കൊടുക്കാം എന്താ മോനെ പനിയാണോ അത് മുണ്ട് തല കൊണ്ടിടാൻ ഇല്ല പണി വരാതിരിക്കാൻ വേണ്ടി മൂടി വയ്ക്കണം പണിയാ അല്ല പനി വരാതിരിക്കാൻ വേണ്ടി മൂടിയിരിക്കണതാ ഈ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഹലോ ഹലോ ആ തലേക്കൂടെ മുണ്ടൊന്ന് മാറ്റിക്കേ തുണി മാറ്റാന് എടാ ഇങ്ങോട്ട് തിരിഞ്ഞിക്കണം ഈരാളിപ്പിച്ചു നീ എന്താ തലേ കൂടെ മുണ്ടിട്ട് കിടക്കുന്നത് ആളുകൾ കണ്ട ഓടിച്ചിട്ട് ഇടിക്കുമല്ലോ ഇപ്പൊ നീ നിന്റെ ആശാരങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ കടം തന്ന പൈസ ചോദിച്ചതിന് 4 തവണ എന്റെ ഈ കട എല്ലാം കൂടെ നീ കത്തിച്ചു നിർത്തി ആ പണിയൊക്കെ നിർത്തിയാ ഈരാള് വാസന്റെ കുത്തുകേസിനകത്തായി പോയില്ലേ അതിനുശേഷം വഴി നടക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് ഞാൻ ഈ പണിയൊക്കെ നിർത്തി മര്യാദക്കാരനായി അപ്പൊ പുള്ളി ജയിലിൽ പോയി നീ മര്യാദക്കാരനാ മാറി നീ കടം ചോദിച്ച പൈസ ചോദിച്ചാൽ നീ തല്ലുവല്ലേ നിനക്ക് സോഡ വേണോ വേണ്ട സോഡ വേണോ പഴം വേണോ വേണ്ട ഈ പഴം തീർന്നായിരുന്നെങ്കിൽ ഈ കാളമുണ്ട അടുത്ത് നിന്റെ തലയമ്മണ്ടി അടിച്ചു പൊട്ടിക്കായിരുന്നു ദ്രോഹിച്ച ദ്രോഹം നീ നിന്റെ ആശാനം കൂടെ ഞാൻ അങ്ങനെ ഞാൻ പോയിട്ട് കേട്ടോ എവിടെ പോന്നു ആരും കണ്ടതിനെ അടിക്കും ആ നീ കൊള്ളണം അവിടേക്ക് ഇന്നലെ ചോദിച്ച പൈസ എന്തെങ്കിലും ആയോ അമ്മ എന്റെ സരിതേ ഞാൻ പറയുന്ന കേക്ക് ഞാൻ കട അങ്ങോട്ട് തുറന്നേ ഉള്ളൂ പൈസ ഇതിനകത്ത് വീണിട്ടില്ല നീ ഒരു കാര്യം ചെയ്യും പോയിട്ട് ഒരു 5-5:30 ആകുമ്പം വാ ഞാനൊരു 10,000-2,000 രൂപ എവിടുന്നേലും മേടിച്ച് വെക്കാം ചെല്ലു മക്കള് ചെല്ലു പോയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട് മക്കള് പോയിട്ടോ മോളെ അവിടെ ഈ ഇരിക്കുന്ന ആളെ അറിയാവോ ഈ ഇരിക്കുന്ന ആളെ അറിയാവോ തലക്കൂടെ തുണി മാറ്റാം അങ്ങോട്ട് പേടിക്കേണ്ട കാര്യമില്ല ഞാൻ 2 കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുക ഇവന്റെ ആശാൻ ജയിലിൽ പോയി ഇപ്പൊ എല്ലാം ഒതുക്കി എല്ലാം പ്രൗഢിസമൊക്കെ നിർത്തി വെച്ചേക്കും അല്ലേ എല്ലാം നിർത്തി പെങ്ങളെ എല്ലാം നിർത്തി വേണമെങ്കിൽ 2 പൊട്ടിച്ചോ ഒരു കുഴപ്പമില്ല എല്ലാം നിർത്തി ഞാനുണ്ടല്ലേ എല്ലാം നിർത്തി ഇപ്പൊ മര്യാദക്കാരനായിട്ട് നിൽക്കാ എന്റെ ഭർത്താവ് നിന്റെ അടുത്ത് വന്നൊന്ന് സമയം എത്രയായെന്ന് ചോദിച്ചതേ ഉള്ളൂ അപ്പൊ നീ പറഞ്ഞു നിന്റെ സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞ് നീയും നിന്റെ ആശാനും കൂടെ ചേർന്ന് കൈയും കാലും തല്ലി ഒളിച്ച് ഹോസ്പിറ്റലായിട്ടേ 6 മാസം കഴിഞ്ഞു ഇപ്പൊ ഞങ്ങളുടെ വീട് എങ്ങനെയാ കഴിയുന്നതെന്ന് അറിയാമോ ഞാൻ പാറമണി ചെന്ന് ജോലി ചെയ്തിട്ടാണ് കിട്ടിയോ വെരി ഗുഡ് ബോയ് ചെല്ലു ഒന്നാടാ സമാധാനം വേണം എന്തിനും ഏതിനും സമാധാനം വേണം എപ്പോഴാ മാഷേ സമാധാനം കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് സമാധാനമാണ് സമാധാനം വേണം എന്നാ ഞാൻ പറയുന്നത് മാഷേ ഒരു സോഡ എടുക്കട്ടെ അല്ല ഗ്യാസ് ഉണ്ട് എനിക്കറിയാം ഗ്യാസ് ഉണ്ട് നിന്റെ ഗ്യാസ് നിറച്ചു വെച്ചിരിക്കുന്നല്ലേ വേണ്ട ഗ്യാസ് ഉള്ളതാ പിന്നെ രാവിലെ അങ്ങോട്ടാ തല്ലിപ്പുള്ളിയായിട്ട് നടന്ന ഗോവിന്ദൻകുട്ടി അവനെ മാഷ് ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി പോവാ അത് ഇന്നലെ വെള്ളിയാഴ്ച ഉപദേശിച്ച് റെഡിയാക്കിയതല്ലേ എടാ അവനെ ഉപദേശിച്ച് നന്നാക്കിയതാണ് ഞാൻ അവനെ ഗുണദോഷിച്ചതിന് ശേഷം അവൻ ഒരു പണിക്കും പോകാതെ തല്ലിപ്പൊളി പരിപാടിയൊക്കെ നിർത്തി 24 മണിക്കൂറും പെണ്ണുമ്പിള്ള കൊച്ചുമായിട്ട് കൂട്ടു തന്നെ ഇരിക്കുകയാണ് അപ്പൊ അവന് പെണ്ണുമ്പിള്ള എന്നോട് വന്നിട്ട് പറഞ്ഞു മാഷ് ഒന്നുകൂടെ എന്നവനെ ഗുണദോഷിക്കണം അവൻ ഒരു പണിക്കും പോകുന്നില്ലെന്ന് പറഞ്ഞു ഞാനിപ്പോ അവനോട് എന്ന് പറഞ്ഞു മോനെ ഇനി എന്തെങ്കിലും പണിക്ക് പോ പഴയ തല്ലിപ്പൊളി പണി എടുത്താലും വേണ്ടില്ല പണിക്ക് പോകാൻ പറഞ്ഞൊന്ന് ഗുണദോഷിക്കാൻ പോവുകയാണ് സമാധാനം എനിക്ക് നീ സമാധാനം താളാവേ എന്റെ പൊന്നു ദൈവമേ അതാരായിരിക്കുന്നേ അങ്ങോട്ട് ആ തുണി അങ്ങോട്ട് മാറ്റാ തുണി അങ്ങോട്ട് മാറ്റാ അവര് കാണട്ടെ അങ്ങോട്ട് അവര് കാണട്ടെ പേടിക്കണ്ട കാര്യമില്ല വിഷമിക്കണ്ട അവന് 2 പൊട്ടിയിൽ കൊടുത്തിട്ടാ ഞാനിവിടെ എത്തിയേക്കുന്നത് അവൻ തല്ലിപ്പൊളിയില്ല നിർത്തി ഇവന്റെ ആശാൻ ജയിലിൽ പോയില്ലേ അതോടുകൂടി പേടിച്ച് നടക്കുവോ പാവം നീ ആളറിയാതെ തലമഴ തുണി ഇട്ട് കഴിഞ്ഞാൽ അറിയത്തില്ലെന്ന് കരുതിയല്ലേ ഒന്ന് ഉപദേശിച്ചതിന് വേണ്ടി ഇവന്റെ ആശാനോടെ ഒരു പട്ടിയെ തല്ലുന്ന പോലെ എന്നെ ഇവിടെ ഇട്ട് തല്ലിയത്
തമാശ കളിക്കും. ഇങ്ങോട്ട് വാ. ഞാൻ നിർത്തിയായിരുന്നു. ഞാൻ എന്നെ വാരിയിട്ട് തല്ലിയെന്റെ 50 അതല്ല ദിവസം എന്നറിയോ? ഒരാളെ ഇങ്ങനെ തല്ലരുത്. ചത്തുപോയി കഴിഞ്ഞ എനിക്ക് തല്ലാൻ പിന്നെ അവസരം കിട്ടിയില്ലെങ്കിലോ. എനിക്ക് എന്താ സമാധാനം. കുറച്ച് സമാധാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതാണ് സമാധാനം. ഇതോ ആര് ആണോ? ശരി ശരി ഓക്കെ. സംഭവം പൊളിഞ്ഞു കേട്ടാ. ഇവന്റെ ആശാനുണ്ടല്ലോ നീരാളി വാസു ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. നിന്റെ ആശാൻ ഈരാളി വാസു ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. നീ എന്തിനാ അവനോട് പറഞ്ഞത്? അവനൊരു ശകലം സമാധാനം കിട്ടണ്ടേ? ഞങ്ങൾക്ക് മേടിച്ച് കേട്ടാ. എന്റെ ആശാൻ വരുന്നതാ. ഇനി പഴയതുപോലെ ഇവിടെ നടക്കും. എല്ലാം പഴയ പോലെ. ഇങ്ങോട്ട് മാഷ് പറയട്ടെ, നിന്നെ മാഷ് ചെറുതായിട്ടൊന്ന് ചൂരൻ ഉപദ്രവിച്ചു. നീ ക്ഷമിക്ക്. ഇതാണോ നിന്റെ ചൂരല്? ഇതാണോ നിന്റെ മോനെ മോനെ എന്റെ കട എത്ര പ്രാവശ്യങ്ങൾ കത്തിച്ചാ? 4 പ്രാവശ്യം. 4 പ്രാവശ്യം കത്തിച്ചിട്ട് എവിടാ മറ്റേ വേണോ? ഞാനൊന്നും ചെയ്തില്ല. അച്ഛന്റെ പ്രായമുണ്ട്. ഈ നാട് പഴയ പോലെ ഞങ്ങൾ മുടിപ്പിച്ചടക്കും. ഇവന്മാരെല്ലാം എന്നെ പട്ടിയെപ്പോലെ തല്ലിത്ര നാളും ആശ ഇറങ്ങാൻ വേണ്ടിയാ കാത്തിരിക്കായിരുന്നു. ആശാന്റെ പഴയ കത്തി. വേറെണ്ടാ വലുതാ സ്തോത്രം. ബൈബിള് ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ, എന്താതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. നമ്മൾ ഗുണ്ടകളാണ്. നമുക്കിതല്ല, നമുക്ക് പോർവിളികളാണ് വേണ്ടത്, ദൈവവിളികളല്ല. ബിജു, ഞാനിപ്പോ നീരാളി വാസു അല്ല, പിന്നെ നിവിൻ പോളി, പാസ്റ്റർ നിവിൻ പോളി. ഞാൻ എല്ലാം നിർത്തി. പോലീസുകാർ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയിട്ട് പല തരത്തിൽ അവരെന്നെ ഉപദേശിച്ചു. ഇല്ലേ, പല തരത്തിൽ ഉപദേശിച്ചു. അവർ കുനിച്ചു നിർത്തി കൂമ്പനടിച്ച് നന്നായിട്ട് ഉപദേശിച്ചു. അതുപോലെ തന്നെ 4 വിരലത്തിന്റെ നഖത്തലും അവർ മൊട്ടസൂചി അടിച്ചു കയറ്റി നന്നായിട്ട് അവരെന്നെ ഉപദേശിച്ചു. അവസാനം DGP നേരിട്ട് വന്നിട്ട് എന്നെ തലകീഴായി കെട്ടി തൂക്കിയിട്ട് മുളക് പുകച്ച് നന്നായിട്ട് ഉപദേശിച്ചു. നക്ഷത്രവും നമ്മൾ കാണുന്ന നക്ഷത്രമല്ല കേട്ടോ, നക്ഷത്രവും കണ്ടു, ദൈവത്തെ കണ്ടു, കുറേ ഗ്രഹങ്ങളും കണ്ടു. ഞാൻ അന്നത്തോടെ ആ ഉപദേശം അങ്ങ് സ്വീകരിച്ച് ദൈവത്തിലേക്ക് വന്നു. അപ്പൊ നമ്മൾ ഗുണ്ടാപ്പണി നിർത്താനാണോ ബിജു? ഗുണ്ടകൾ ഗുണ്ടാപ്പണി നിർത്തിയാൽ വെറും ചെണ്ടയാ. വന്നോരും പോണോരും എടുത്തിട്ട് കൊട്ടും. അതുകൊണ്ട് നിർത്തിക്കോ, നീ ഞങ്ങളുടെ കൂടെ കൂടിക്കോ, ഞങ്ങളുടെ മാർഗം സ്വീകരിച്ചോ. തിരുവല്ല ഒരു കൂട്ടായ്മയുണ്ട്, നിനക്ക് നന്നാനുള്ള നല്ലൊരു അവസരമാ. നീ കളയല്ലേ, നീ വരുന്നുണ്ടെങ്കിൽ വാ. ആശാനെ, താത്താന്റെ കുഞ്ഞെ പുറകിൽ നിന്ന് വിളിക്കില്ല, എന്റെ പുറകെ വാ.